നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും വന്യജീവി ആക്രമണമുണ്ടായിരിക്കുന്നു. കോഴിക്കോട്ടും തൃശൂരും ഉണ്ടായ ആക്രമണങ്ങളിൽ 2 പേർ മരിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജ് ഡീനിനെയും ഒപ്പം അസിസ്റ്റന്റ് വാർഡനെയും വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. ഇതടക്കം ഇന്നത്തെ വാർത്തകൾ പ്രേക്ഷകരെ അറിയിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലാണ് നമ്മൾ തുടങ്ങുന്നത്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 2 ജീവൻ കൂടി പൊലിഞ്ഞു. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കക്കയം സ്വദേശി പാലാട്ടിൽ അബ്രഹാമിനും കാട്ടാന ആക്രമണത്തിൽ പെരിങ്ങൽകുത്ത് സ്വദേശി വത്സയ്ക്കുമാണ് ജീവൻ നഷ്ടമായത്. അതിരപ്പള്ളി വനമേഖലയിൽ വനവിഭവം ശേഖരിക്കാൻ പോയപ്പോഴാണ് വത്സയെ ആന ആക്രമിച്ചത്. കൃഷിയിടത്തിൽ വെച്ചാണ് കോഴിക്കോട് കക്കയം സ്വദേശിയായ അബ്രഹാമിനെ കാട്ടുപോത്ത് കുത്തിക്കൊന്നത്. കൂരാച്ചുണ്ടിൽ നാളെ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് രാഹുൽ സുരേഷും തൃശൂർ പെരിങ്ങൽകുത്തിൽ നിന്ന് സൂരജ് സജിയും തത്സമയ വിവരങ്ങളുമായി. ആദ്യം രാഹുൽ സുരേഷിലേക്ക്. രാഹുൽ, കൃഷിയിടത്തിൽ വെച്ചാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായി അബ്രഹാമിന് ദാരുണാന്ത്യം ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും വഴിയിൽ മധ്യേ തന്നെ മരണം സ്ഥിരീകരിച്ചു എന്ന തരത്തിലേക്കാണ് നമുക്ക് വിവരം ലഭിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്? അവിടെ പ്രതിഷേധമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടല്ലോ. അനുജ, അബ്രഹാമിന്റെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ 1 മണിക്കൂറായി പ്രതിഷേധിക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ആംബുലൻസിൽ മൃതദേഹവുമായി വരുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകർ ഈ വാഹനം തടയുകയും തുടർന്ന് പ്രതിഷേധം ആരംഭിക്കുകയും ചെയ്തത്. 1 മണിക്കൂർ നീണ്ട പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. അതായത് ജില്ലാ കളക്ടർ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം പിൻവലിച്ചിരിക്കുന്നത്. അതായത് ഈ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാമെന്ന ഉറപ്പ് ജില്ലാ കളക്ടർ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം പിൻവലിച്ചിരിക്കുന്നത്. കോഴിക്കോട് DCC പ്രസിഡന്റായ പ്രവീൺ കുമാറിന്റെ നേതൃത്വത്തിൽ ഉള്ള കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു മുദ്രാവാക്യം വിളികളുമായി വലിയ പ്രതിഷേധം കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ അല്പം മുമ്പ് തുടങ്ങിയത്. ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിക്ക് മുന്നിൽ നിന്നും ഒഴിഞ്ഞു പോയിട്ടുണ്ട്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്കായും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായും മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ ആയിരിക്കും ഇൻക്വസ്റ്റ്, അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഇന്ന് രാത്രി മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികളും അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റ് നടപടികളും നടക്കുക. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 3 മണിയോട് കൂടിയായിരുന്നു കക്കയത്തെ കൃഷിയിടത്ത് ജോലി ചെയ്യുകയായിരുന്ന അബ്രഹാമിനെ കാട്ടുപോത്തെത്തി അപ്രതീക്ഷിതമായി കുത്തുന്നത്. നെഞ്ചിൽ ഗുരുതരമായി പരിക്കേറ്റിട്ട് ആദ്യം ബാലുശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില അതീവ ഗുരുതരമായതിന് പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിന് വഴിമധ്യേ വെച്ചാണ് മരണം സ്ഥിരീകരിക്കുന്നത്. തുടർന്ന് ഇവിടേക്ക് മൃതദേഹം എത്തിക്കുകയും ചെയ്തു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 ദിവസമായി കൂരാച്ചുണ്ട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, കക്കയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കാട്ടുപോത്ത് ഇറങ്ങിയിരുന്നു. ആളുകൾ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലും ഭയത്തിലുമായിരുന്നു. ഇത് വനം വകുപ്പിനെ പലതവണ അറിയിച്ചതാണ്. കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അല്പം മുമ്പ് നമ്മളോട് വ്യക്തമാക്കിയതാണ്. വനം വകുപ്പിനും ജില്ലാ കളക്ടർക്കും ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിരുന്നു. ഈ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലണം അല്ലെങ്കിൽ മയക്കുവെടി വെക്കണമെന്ന കത്ത് നൽകിയിരുന്നു. ഇതിൽ നടപടി വൈകിയതാണ് ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ പൊഴിയാൻ കാരണമായതെന്നാണ് കൂരാച്ചുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. എന്താണെങ്കിലും ഇന്ന് തന്നെ 2ാമത്തെ മരണമാണ് അബ്രഹാമിന്റെ. അത് വനം വകുപ്പിന്റെ വീഴ്ച കൊണ്ടാണ്, ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച കൊണ്ടാണെന്നാണ് നാട്ടുകാരും ഒപ്പം തന്നെ അബ്രഹാമിന്റെ കുടുംബാംഗങ്ങളും പറയുന്നത്. അനുജ, നാളെ കൂരാച്ചുണ്ടിൽ LDFന്റെ ഹർത്താൽ എന്ന് പറയുന്നു. എന്ത് ആവശ്യം മുൻനിർത്തിയാണ് അവരുടെ ഹർത്താൽ ആഹ്വാനം? അനുജ, നിലവിൽ UDF ആണ് ഇവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചെങ്കിലും ഇപ്പോൾ LDF ആണ് ഇവിടെ ഹർത്താലിന്, കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അവരുടെ ആവശ്യം, LDFന്റെ ആവശ്യം ഇത് തന്നെയാണ്. ഈ കക്കയം മേഖല എന്ന് പറയുന്നത് വനമേഖലയോട് ചേർന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. തുടർച്ചയായി കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണം. ഇലക്ട്രിക് ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരത്തിൽ അക്രമങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ LDFന്റെ നേതൃത്വത്തിൽ നാളെ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താൽ ആചരിക്കാൻ തീരുമാനമായിട്ടുള്ളത്. അതോടൊപ്പം ഈ ജീവൻ പൊലിഞ്ഞതുമായി ബന്ധപ്പെട്ട കക്ഷി രാഷ്ട്രീയം നോൽക്കാതെയുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ LDFന്റെ തീരുമാനം. അതിന്റെ ഭാഗമായിട്ടാണ് നാളെ ഇപ്പോൾ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ LDF ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. അനുജ, ഞാൻ രാഹുലിലേക്ക് എത്താം. സൂരജ് സജി കൂടി പെരിങ്ങൽകുത്തിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, അതും നിർഭാഗ്യകരമായ സംഭവം തന്നെയാണ്. കാട്ടിൽ വനവിഭവം ശേഖരിക്കാൻ പോയതാണ് ഊരുമൂപ്പനും ഭാര്യയും. ഊരുമൂപ്പൻ ഓടി മാറുകയായിരുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ. ഈ ആന അവിടെ നിരന്തരം പ്രശ്നക്കാരനാണ്. മഞ്ഞക്കൊമ്പൻ എന്ന ആനയുടെ ആക്രമണമാണ് ഉണ്ടായത്. അതിനെതിരെയൊക്കെയുള്ള പരാതികൾ ഉണ്ടായിരുന്നു. പക്ഷേ അധികൃതർ അലംഭാവം കാട്ടി എന്നുള്ളതാണോ നിലവിലെ പരാതി? ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അനുജ, ഇപ്പോൾ നിലവിൽ ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ സംഘർഷ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ പോലീസ് ഇവിടെ നിന്ന് ഈ മൃതദേഹം, വത്സയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തി. അത് ഇപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞിരിക്കുകയാണ്. അവർ പറയുന്നത് മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കില്ല, ഈ മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണം. അതുപോലെ തന്നെ ഇവർ ആവശ്യപ്പെടുന്നത് അർഹമായ ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചാൽ മാത്രമേ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ അനുവദിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പോലീസ് ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ MLA സനീഷ് കുമാർ ജോസഫ് ഉണ്ട്, സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ മൃതദേഹം കൊണ്ടുപോകാനുള്ള നീക്കത്തെ തടഞ്ഞത്. അത് ചെറിയ രീതിയിലുള്ള സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. പോലീസ് ഇടപെട്ട് അവരെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പിന് ഗുരുതരമായ വീഴ്ചയുണ്ട്. ഈ അതിരപ്പള്ളിയിൽ ചില ആനകൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ചെയ്യപ്പെട്ട ആനകളാണ്. അതായത് ഈ വത്സയെ ആക്രമിച്ച ആന മഞ്ഞക്കൊമ്പനാണ്. മഞ്ഞക്കൊമ്പൻ എന്നാണ് നിരന്തരം വാഹനങ്ങൾ തടയുന്നതും അത് വിനോദസഞ്ചാരി നേരെ പോലും അക്രമം നടത്തുന്ന ആനയാണ്. അത്തരത്തിൽ പ്രശ്നക്കാരനായ ആനയായിട്ട് പോലും ആ സഞ്ചാരപാത പോലും അതായത് കണ്ടെത്താനോ അല്ലെങ്കിൽ അത് നിരീക്ഷിക്കാനോ വനം വകുപ്പിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് പോയത്. ഈ പ്രശ്നബാധിത മേഖലകളിലെങ്കിലും ഈ ഒറ്റയാനുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവയ്ക്ക് നിരീക്ഷണം ഏർപ്പെടുത്തണമെന്ന് നേരത്തെ മുതൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിരപ്പള്ളിയിൽ ഒരു 2 വയസ്സുകാരി കുട്ടി ഏകദേശം മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ ഈ കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ സമയത്തെല്ലാം ഇവർ പറഞ്ഞത് കൃത്യമായി ഈ കാട്ടാനകളെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും എന്നുള്ളതെല്ലാം തന്നെ അന്ന് വനം വകുപ്പ് ഉറപ്പ് നൽകിയതാണ്. പക്ഷേ ഈ ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സ്ഥിരം അതിരപ്പള്ളി മേഖലയിൽ പ്രശ്നം സൃഷ്ടിക്കുന്ന ആനകളെ നിരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ അവയെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റുന്നതിനോ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ മരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ പോലും ഈ മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ആന റോട്ടിലിറങ്ങി വാഹനങ്ങൾ തടയുന്ന സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് പോലും ഈ ആനയുടെ സഞ്ചാരപാത എങ്ങനെയാണ്, ആന എത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ആനയുടെ ദിനം പ്രതിയുള്ള ഇതിന്റെ നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനോ പോലും വനം വകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് പോലും കാര്യങ്ങൾ പോയത്. അതാണ് ഇവിടെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാകുന്നത്. പലപ്പോഴും ഈ ജീവൻ അപഹരിക്കുന്ന സമയത്ത് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് സർക്കാർ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തും. കഴിഞ്ഞ തവണയെല്ലാം നടത്തിയതുപോലെ RRT സംഘത്തെ നിയോഗിക്കും അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും. പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ ഒന്നും നടപ്പാകാതെ പോകുന്നു. പകരം ജനങ്ങളുടെ ജീവൻ തുടർച്ചയായി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ പോകുന്നു. ഇത് തന്നെയാണ് ഇവരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് ഇടയാക്കുന്നത്. ഈ ആശുപത്രിക്ക് മുന്നിൽ പോലും വലിയ പ്രതിഷേധം, വലിയ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കാരണം ഇവർ പറയുന്നത് RRT സംഘത്തെ അടക്കം നിയോഗിക്കുമെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ സമയത്തൊന്നും അത് നടപ്പാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല. അതാണ് ഈ ഒരു ജീവൻ അപഹരിക്കുന്ന തരത്തിലേക്ക് പോയത്. ഇപ്പോൾ അതിരപ്പള്ളി മേഖല എടുക്കുകയാണെങ്കിൽ ഏഴാറ്റുമുഖം ഗണപതിയുണ്ട്, മഞ്ഞക്കൊമ്പനുണ്ട്, കപാലിയുണ്ട്. അങ്ങനെ 3-4 ആനകൾ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആനകളുണ്ട്. അവയ്ക്ക് പേരുകൾ നൽകി പോലും ഈ ഒറ്റയാനകൾ ഇറങ്ങുന്ന സമയത്ത് നാട്ടുകാർ ഉൾപ്പെടെ ഈ ആന ഇറങ്ങിയിട്ടുണ്ട്, അതിനെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അലേർട്ട് ചെയ്യാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഈ ആനകളെ നിരീക്ഷിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ ആനകളുടെ സഞ്ചാരപാത കണക്ക് കൂട്ടിക്കൊണ്ട് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നതിനോ ഒന്നും ഒരു നടപടിയും ഉണ്ടാകാറില്ല. അങ്ങനെ ഇരിക്കെയാണ് ഇന്ന് ഈ വത്സയുടെ നേതൃത്വത്തിൽ വത്സയും അതുപോലെ തന്നെ ഊരുമുപ്പനും മരോട്ടിക്ക ശേഖരിക്കുന്നതിന് വേണ്ടി ഉൾവനത്തിലേക്ക് പോകുന്നത്. അത് ഈ പോത്തുപാറ കോളനിയിൽ നിന്ന് വനംവകുപ്പിന്റെ പാതയിലൂടെയാണ് ഇവർ പോകുന്നത്. ഇവർ ഈ മരോട്ടിക്ക ശേഖരിച്ചതിന് ശേഷം അവിടെ വിശ്രമിക്കുന്ന സമയത്താണ് ഈ ആന അവിടെ എത്തുന്നത്. ഈ ഊരുമുപ്പന് ഓടി മാറാൻ പറ്റി, പക്ഷേ ഈ വത്സയ്ക്ക് ഓടി മാറാൻ കഴിഞ്ഞിരുന്നില്ല. ആ സമയത്ത് ഇവർ കല്ലിൽ തട്ടി താഴെ വീഴുകയായിരുന്നു. ആ വീഴുന്ന സമയത്താണ് ഈ കാട്ടാന അവിടെ എത്തി തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി ഇവരെ എടുത്ത് എറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. ഗുരുതരമായി പരിക്കേറ്റു. അവരവിടെ നിന്ന് ഈ പോത്തുപാറ കോളനിയിൽ എത്തിച്ച ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ പോലും ആംബുലൻസ് ഉൾപ്പെടെ ലഭ്യമായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. നമ്മളും ഈ ആദിവാസി ഊരുകളിലെ നിരന്തരമായ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ആ സമയത്തെല്ലാം നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ആരോഗ്യ മേഖലയിൽ അതിരപ്പള്ളിയിൽ വലിയ വീഴ്ചയുണ്ട്. കാരണം കൃത്യമായി ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നേരിടാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ അതിരപ്പള്ളി നിലനിൽക്കുന്നുണ്ട്. 6 മണി വരെയാണ് 108 ആംബുലൻസ് പോലും അതിരപ്പള്ളി മേഖലയിൽ ലഭ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് ആംബുലൻസ് പോലും ലഭ്യമാണ്. ഈ വിഷയത്തിലും സൂരജ്, ഇപ്പോൾ വത്സയെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിലും കാലതാമസം ഉണ്ടായി എന്ന് MLA-യുടെ ഒരു ഗുരുതരമായ ആരോപണമുണ്ടല്ലോ. ആംബുലൻസ് വളരെ വൈകിയാണ് എത്തിച്ചേർന്നത് എന്ന തരത്തിലേക്ക് എന്താണ് അദ്ദേഹം പറയുന്നത്?
അത്തരത്തിൽ തന്നെയാണ് ഈ സനീഷ് കുമാർ ജോസഫും ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഇവർക്ക് ഈ ആക്രമണം നേരിട്ടതിന് ശേഷം ഈ ആംബുലൻസ് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പിന് വിവരം അറിയിച്ചെങ്കിൽ പോലും ആംബുലൻസ് ലഭ്യമാകുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് MLA ചൂണ്ടിക്കാണിക്കുന്നത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സമീപത്തുണ്ടായിരുന്ന ഒരു ജീപ്പ് ലഭ്യമാക്കിയാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ആ ജീപ്പ് ലഭ്യമാക്കി ഇവിടെ എത്തുമ്പോഴേക്കും അവർ ഈ രക്തം വാർന്ന് മരിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ വാഴച്ചാൽ എത്തുമ്പോഴേക്കും, അതായത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഈ ചാലക്കുടിയിലേക്ക് എത്തണമെങ്കിൽ, വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ഈ രക്തം വാർന്ന വത്സ മരണപ്പെടുന്ന ഒരു കാര്യങ്ങൾ പോയി. പിന്നീടാണ് ഇവരെ അവിടെ നിന്ന് ആംബുലൻസിലേക്ക് മാറ്റുന്നത്. ദൃശ്യങ്ങളിൽ തന്നെയാണ് ആ സമയത്ത് വനംവകുപ്പിന് വിവരം അറിയിച്ചിട്ട് പോലും കൃത്യമായ ആ മേഖലയിൽ ഒരു ആംബുലൻസ് പോലും ലഭ്യമാക്കുന്നതിൽ വലിയ വീഴ്ച ഇവർക്കുണ്ടായി എന്നുള്ളത് നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം ഈ വാഴച്ചാലിൽ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ MLA പ്രതികരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആനയുടെ ചവിട്ടേറ്റി മരിച്ചിട്ട് അതിന് ബന്ധപ്പെട്ട അധികാരികൾ വന്ന് അതിന് സമാധാനം പറയാതെ പോലീസ് പാവപ്പെട്ട ആദിവാസിയുടെ ബോഡിയുമായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ല, അവര് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എന്തോ ബന്ധപ്പെട്ട ആളുകൾ വരണ്ടേ? പാവപ്പെട്ട ഒരു ആദിവാസിയുടെ ജീവന് വിലയില്ലേ? ഇങ്ങനെയാണോ ഒരു ഗവൺമെന്റും പോലീസും ചെയ്യേണ്ടത്? ഞങ്ങൾ വേറെ ഒരു ആവശ്യമാണ്. ഇത് കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിച്ച് അതിന് പരിഹാരം ഉണ്ടാവണം, ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. കേരളത്തിൽ ഞാനിപ്പോൾ സംഭവം പറഞ്ഞിട്ടാണ് ഇവിടെ എത്തുന്നത്. കേരളത്തിൽ ഒരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽപ്പെട്ട് ആളുകൾ മരിക്കുകയാണ്. അപ്പം ഇന്നലെ ഉണ്ടായ സംഭവത്തിൻ്റെ പേരിലുള്ള സമരങ്ങളും അതിൻ്റെ പേരിലുള്ള പ്രതിഷേധവും കോതമംഗലത്ത് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോതമംഗലത്തേക്ക് പോകുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ആദിവാസി സഹോദരിയെ ക്രൂരമായി ആന ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. ഇത് കേരളത്തിൽ നിത്യ സംഭവം ഉണ്ടായിട്ടും ഒരു പ്രതികരണവുമില്ല. ഒരു പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇതാ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണാം നമുക്കിത്. പ്രതിപക്ഷ നേതാവ് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതിപക്ഷ നേതാവ്. ഇപ്പോൾ ഈ മരിച്ച വത്സയെ കാണുന്നതിന് വേണ്ടി പോകുന്ന ഒരു ശ്രമമാണ് പറയുന്നത്. ഈ പ്രതിപക്ഷ നേതാവൊക്കെ ഇങ്ങോട്ട് വരുന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ട് ഈ മൃതദേഹം ഇവിടെ നിന്ന് പെട്ടെന്ന് മാറ്റുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിയതെന്നുള്ള പ്രവർത്തകർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് മറ്റുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് മാറ്റാനുള്ള ഒരു ശ്രമം അതാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായും അതാണ് ഒരു ചെറുത്തുനിൽപ്പിലേക്ക് പോയത് എന്നുള്ളത് MLA ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രധാനമായും ഇവർ പറയുന്നത് ഈ അധികാരികൾ, അതായത് ഉന്നത അധികാരികൾ ഇവിടെ എത്തി ഈ മരണത്തിൽ കൃത്യമായ വിവരം ധരിപ്പിക്കണം. ഇതുമായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്നും തത്സമയ വിവരങ്ങളാണ് സൂരജ് സജി നൽകുന്നത്. അവിടെ സംഘർഷാവസ്ഥയുണ്ടായി. മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ശ്രമം അവിടെ എത്തിയ ജനപ്രതിനിധികൾ അടക്കമുള്ളവർ തടയുകയാണ് ഉണ്ടായത്. മഞ്ഞക്കൊമ്പൻ എന്ന കാട്ടാനയാണ് ആക്രമണം നടത്തിയത്. ആ ആനയ്ക്കെതിരെയുള്ള പരാതികൾ നേരത്തെയും പ്രദേശവാസികൾ വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന പരാതി പ്രദേശവാസികൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. വത്സയുടെ മൃതദേഹം ഊരുമൂപ്പനും ഭാര്യ വത്സയും അവർ വനവിഭവം ശേഖരിക്കാനായി വനത്തിനകത്തേക്ക് പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഊരുമൂപ്പൻ ഓടി മാറുകയായിരുന്നു. എന്നാൽ വത്സയ്ക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് വത്സയ്ക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. സൂരജ് തുടരുന്നുണ്ട്. സൂരജ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുജ, എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തകരെല്ലാം പോലീസ് ഇടപെട്ട് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കൂടി എത്തിയതോടെ ഈ പ്രതിഷേധങ്ങളിൽ ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവർ ഈ മൃതദേഹം താൽക്കാലികമായി ഈ ആശുപത്രിയുടെ മറ്റൊരു റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ മൃതദേഹം വളരെ പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. ഈ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരെയും ഈ പ്രതിഷേധ തരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. കാരണം ഈ വിഷയം വലിയ ചർച്ചയാകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ പ്രശ്നം പ്രതിപക്ഷ നേതാവ് അടക്കം ഇങ്ങോട്ടേക്ക് എന്ന അർത്ഥത്തോടു കൂടി കൂടുതൽ ചർച്ചയാക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയത് എന്നൊരു ആരോപണമാണ് എന്തായാലും ഈ കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും മുന്നോട്ട് വെക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നിലവിൽ ഈ ഊരുമൂപ്പനുമായി സംസാരിക്കുകയാണ്, കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മരോട്ടിക്ക ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് വത്സയും അതുപോലെ തന്നെ ഈ ഊരുമൂപ്പനായിട്ടുള്ള ഭർത്താവും കൂടി ചേർന്ന് ഇവർ ഈ പോത്തുപാറ കോളനിക്ക് സമീപം
വനത്തിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ഈ മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ഒറ്റയാന്റെ ആക്രമണം ഉണ്ടായത്. നേരത്തെയും ഈ മഞ്ഞക്കൊമ്പൻ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം തന്നെ ഈ പ്രദേശത്ത് ഈ വാഹനങ്ങൾ തടയുന്ന അടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നതാണ്. അത്തരത്തിൽ ഒരു പ്രശ്നക്കാരനായ ആന, പക്ഷേ ആനയെ നിരീക്ഷിക്കുന്നതിൽ വനംവകുപ്പിന് വലിയ വീഴ്ചയുണ്ടായി. കാര്യം ഏഴാറ്റുമുഖം ഗണപതി അടക്കം പല ആനകളും ഈ മേഖലയിൽ ഒറ്റയാനകൾ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരെല്ലാം തന്നെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന സമയത്തെല്ലാം തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെ അന്ന് മുന്നോട്ട് വച്ചിരുന്ന പ്രധാന ആവശ്യം എന്നുള്ളത് ഈ ആനകളെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് കടക്കണം എന്നൊരു ആവശ്യമായിരുന്നു അന്ന് ഇവരെല്ലാവരും മുന്നോട്ട് വച്ചിരുന്നത്. പക്ഷേ അത്തരത്തിൽ ഗുരുതരമായ വീഴ്ച അത് ഉണ്ടായി. ആ ആവശ്യം തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് സനീഷ് കുമാർ ജോസഫ് MLA സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുക, ഇവർക്ക് ആംബുലൻസ് ലഭ്യമാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരുന്നു. കാരണം നമ്മൾ തന്നെ അതിരപ്പള്ളിയുമായി ബന്ധപ്പെട്ട അതെ, ഇത്തരത്തിലേക്ക് കാട്ടാന ആക്രമണം അല്ലെങ്കിൽ കാട്ടാന ശല്യമൊക്കെ പതിവായ ഒരു മേഖലയിലാണ് ഇന്ന് ഇത്തരത്തിലേക്കൊരു ദാരുണ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരം. നേരത്തെ തന്നെ മഞ്ഞക്കൊമ്പനെ കുറിച്ചൊക്കെയുള്ള പരാതികൾ പ്രദേശവാസികൾ ബോധിപ്പിച്ചിരുന്നതാണ്. അവിടെ നിരീക്ഷണം ഏർപ്പെടുത്തണം എന്നുള്ള ആവശ്യം എല്ലാം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആ തരത്തിലേക്കൊന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള മുൻകരുതലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂടി പരിണിത ഫലമായാണ് ഇന്നിപ്പോൾ ഇത്തരത്തിലേക്കൊരു ദാരുണ സംഭവം ഉണ്ടായത് എന്നതാണ്. അത് വളരെ നിർഭാഗ്യകരവുമാണ്. ഇപ്പോൾ ബെന്നി ബെഹനാൻ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെയാണ് മൃതദേഹം ഉള്ളത്. ഊരുമൂപ്പനുമായി സംസാരിച്ചു നേതാക്കൾ. അതിനുശേഷം അവർ അവിടെ നിന്ന് മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. അവിടെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനൊരു ശ്രമം നടത്തുമ്പോൾ അത് ജനപ്രതിനിധികളടക്കമുള്ളവർ തടയുകയായിരുന്നു. വത്സയ്ക്ക് ആംബുലൻസ് ലഭിക്കുന്നതിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിലുമൊക്കെ കാലതാമസം ഉണ്ടായി എന്നും ഇതിനിടെ സനീഷ് ജോസഫ് MLA ആരോപിക്കുന്നുണ്ടായിരുന്നു. ആംബുലൻസ് സൗകര്യം പോലും ഏർപ്പെടുത്താത്ത ഒരിടമാണിവിടെ. വന്യജീവി ആക്രമണം പതിവായ ഒരിടമാണെങ്കിൽ പോലും അത്തരത്തിലേക്കുള്ള സൗകര്യവും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം കൂടി ഇപ്പോൾ പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. മരോട്ടിക്ക ശേഖരിക്കാനായി വനത്തിനുള്ളിലേക്ക് പോയതാണ് ഊരുമൂപ്പനും ഭാര്യയും. കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് ഊരുമൂപ്പന് ഓടി മാറി രക്ഷപ്പെടാൻ കഴിഞ്ഞു. എന്നാൽ വത്സയ്ക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് കാട്ടാനയുടെ ചവിട്ടേറ്റ് വത്സയ്ക്ക് ദാരുണാന്ത്യമുണ്ടായത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നുണ്ട്. ബെന്നി ബെഹനാൻ MPയും അദ്ദേഹത്തോടൊപ്പമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലേക്കാണ് ഇനി തത്സമയം. തുടർക്കഥയാണ്. ഇന്നിപ്പോൾ 2 മരണങ്ങളാണ് സംഭവിച്ചത്. കോഴിക്കോടും തൃശ്ശൂരും സംഭവിച്ചു. ഇതിൽ ഗവൺമെന്റ് ഒരു നിസ്സംഗതയില്ലേ? ഇതിപ്പോ 2 മാസത്തിനുള്ളിൽ 8ാമത്തെ ആളെയാണ് ആന ചോട്ടിക്കൊല്ലുന്നത്. ഇന്ന് കക്കയത്ത് കാട്ടുപോത്ത് കുത്തിയാണ് മറ്റൊരാൾ മരിച്ചത്. നിഷ്ക്രിയത്വമാണ് സർക്കാരിൻ്റെ മുഖമുദ്ര. ഞങ്ങൾ നിരന്തരമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാടും ഇടുക്കിയിലും ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോടും എല്ലാ സ്ഥലത്തും വനാതിർത്തികൾ മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപകമായ കൃഷിനാശമാണ്. എല്ലാ കൃഷിയും നശിച്ചു. പട്ടിണിയും പരിവട്ടമാണ്. ഇപ്പോൾ ഭീതിയാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ പറ്റുന്നില്ല, പുല്ല് വെട്ടാൻ പോകാൻ പറ്റുന്നില്ല, പശുവിനെ കടന്നാണ് പലരും ജീവിക്കുന്ന പാല് വിറ്റ്. ആ പാല് വിൽക്കാൻ പോകാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ പോകാൻ പറ്റുന്നില്ല. വല്ലാത്ത ഭീതിയാണ്. ആനക്കൂട്ടങ്ങൾ ഇറങ്ങുന്നു, അതുപോലെ കാട്ടുപന്നികൾ ഇറങ്ങുന്നു, കാട്ടുപോത്ത് ഇറങ്ങുന്നു, കടുവ ഇറങ്ങുന്നു. എല്ലാ സ്ഥലത്തും പ്രശ്നമാണ്. സർക്കാർ പൂർണ്ണമായ നിസ്സംഗതയാണ്. ഒന്നും ചെയ്യാതിരിക്കുകയാണ്. നിഷ്ക്രിയത്വമാണ്. ഒരു ഹ്രസ്വകാലത്തേക്കുള്ളൊരു പദ്ധതിയില്ല, ദീർഘകാലത്തേക്കുള്ള പദ്ധതിയില്ല. 7000-ലധികം ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ഈ പാവങ്ങൾക്കെല്ലാം, കൃഷി നശിച്ചവരെല്ലാം ആത്മഹത്യ ചെയ്യാണ് പലരും. അവർക്ക് ആർക്കും നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല. വ്യാപകമായിട്ടുള്ള വിഷയമാണ്. ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാനും ഇല്ല. ഞാൻ ഇന്ന് പറഞ്ഞു, വാൽപ്പാറയിൽ അവിടെ ആന ആക്രമണം ഉണ്ടായിരുന്നു. അത് വളരെ ഭംഗിയായിട്ട് തമിഴ്നാട് ഗവൺമെൻറ് ഇപ്പോൾ ആന ഇറങ്ങാത്ത സ്ഥിതിയിലാക്കി. പല ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഈ വന്യജീവി സംഘർഷത്തെ ലഘൂകരിക്കാൻ ഉള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ കേരള ഗവൺമെൻറ്റിന് മാത്രം ഒരു പദ്ധതിയില്ല. വന്യമൃഗങ്ങളുടെ ദയാവായ്പിന് സാധാരണക്കാരൻ്റെയും അവൻ്റെ സ്വത്തും ജീവനും
വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ 21-ാം വകുപ്പ് അനുസരിച്ച് ഒരു പൗരൻ്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ചുമതല സ്റ്റേറ്റിനുണ്ട്, സർക്കാരുണ്ട്. ഇരു സർക്കാരുകളും കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിന് ഉത്തരവാദികളാണ്. ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും വനം വകുപ്പിൻ്റെ മുമ്പിൽ ഒരു പദ്ധതിയും ഇല്ല. 48 കോടി രൂപ മാത്രമാണ് ഈ വർഷത്തെ ബജറ്റ് വെച്ചിരിക്കുന്നത്. ഒരു 5 കിലോമീറ്റർ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പോലും ആ പണം തികയില്ല. മതിൽ കെട്ടേണ്ട സ്ഥലമുണ്ട്, കിടങ്ങുഴിക്കേണ്ട സ്ഥലമുണ്ട്, ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാക്കേണ്ട സ്ഥലമുണ്ട്. ഇതിനൊന്നുമുള്ള പണം വെച്ചിട്ടില്ല, ഒരു പദ്ധതിയും ഇല്ല. സർക്കാരാണ് ഈ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദി എന്ന് പറയേണ്ടി വരും. ഒരു കൊല്ലം മുമ്പ് ഇവിടെ പ്രഖ്യാപിച്ച ഫെൻസിങ്, അതായത് അതിരപ്പള്ളി കുട്ടിയെ കാട്ടാന ചവിട്ടിക്കൊന്നപ്പോൾ ഇതുവരെയും അത് നടപ്പിലാക്കിയില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പലയിടങ്ങളിലും പ്രഖ്യാപനങ്ങൾ മാത്രമല്ലേ ഉണ്ടാവുന്നത്. വനാവകാശ നിയമപ്രകാരം ഇവർക്ക് ഭൂമി കൊടുക്കേണ്ടതാണ്. ആ ഭൂമി കൊടുക്കാത്തതുകൊണ്ടാണ് ഇവർക്ക് ഉപജീവനത്തിന് വേണ്ടി ഇപ്പോൾ ഈ വത്സല മരിച്ചത്. വത്സലയും ഭർത്താവ് ഊരുമൂപ്പനാണ് രാജൻ. അവരൊരുമിച്ച് മരോട്ടിക്ക ശേഖരിക്കാൻ പോയതാണ്. ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പാവങ്ങൾ. മരോട്ടിക്ക ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഭൂമി പോലും കൊടുത്തിട്ടില്ല. ശേഖരിക്കാൻ പോയ സമയത്താണ് ആന ചവിട്ടിക്ക് വന്നത്. അപ്പോൾ ഒരു തരത്തിലും ഒരു പ്രഖ്യാപനങ്ങളും ഒന്നും നടപ്പാകുന്നില്ല. ഇത് തന്നെയാണ് നേര്യമംഗലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇന്നിപ്പോൾ ഞാൻ നേര്യമംഗലത്തേക്ക് പോകാൻ വേണ്ടി നോക്കിയപ്പോൾ പോലീസ് പറഞ്ഞത് അങ്ങോട്ട് പോകേണ്ട, 16 ആനയാണ്. ഇന്നലെ ആന ചവിട്ടിക്ക് വന്ന സ്ഥലത്ത് 16 ആനയാണ് ആ വീടിൻ്റെ പരിസരത്ത് നിൽക്കുന്നതെന്നാണ്. പോകണ്ടെന്നാണ് പറയുന്നത്, പോലീസ് പറയുന്നത്. കാരണം അങ്ങോട്ട് പോകാൻ പറ്റില്ല, സുരക്ഷിതത്വം ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ പ്രദേശത്ത് ജീവിക്കുന്ന സാധാരണ മനുഷ്യൻ്റെ സങ്കടം എത്രയാണ്? സർക്കാർ ഇതൊന്നും അറിയുന്നില്ല. എല്ലായിടത്തും ഒരു വിധത്തിലുള്ള ഒരു നടപടി, ഒരു പ്ലാൻ, ഒരു പദ്ധതി ഒന്നുമില്ല. അതാണ് നമുക്ക് ഭീതി വർദ്ധിപ്പിക്കുന്നത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ഗവൺമെൻറ് നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ടാവണ്ടേ? വനം വകുപ്പിന് ഒന്നും ഒരു പദ്ധതിയില്ല. അവർക്ക് ഡീസൽ അടിക്കാനുള്ള പൈസ പോലും ഇല്ല. അവർക്ക് പലർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഈ ഗതികേടിലാക്കുകയാണ് ഗവൺമെൻറ് എല്ലാവരും. ഒരു തരത്തിലുള്ള ഇപ്പം നേര്യമംഗലത്ത് തന്നെ RR ടീമിനെ വിടണമെന്ന് നേരത്തെ പറഞ്ഞാണ്. RR ടീമിനെ വിടുന്നില്ല, ഒരു നിയമവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വന്യജീവികൾക്ക് വേണ്ടി ഇവൻ്റെ വിധിക്കനുസരിച്ച് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇവൻ്റെ വിധി മോശമാണെങ്കിൽ രക്ഷയില്ല എന്നുള്ള ഘട്ടത്തിലാണ് എത്തിയിരിക്കുന്നത്. ജീപ്പില്ല, ജീപ്പ് ഉള്ള സ്ഥലത്ത് ഡീസൽ അടിക്കാൻ കാശില്ല. പിന്നെ എങ്ങനെയാണ് ആളുകളെ സംരക്ഷിക്കുന്നത്? ആളുകളാണ് ബഹളം ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി, പടക്കമൊക്കെ പൊട്ടിച്ച് ആനക്കൂട്ടത്തെ ഓടിക്കുന്നത്. അത് എപ്പോഴും പോയിക്കൊള്ളുന്നില്ല. 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പേടി പോവും, പിന്നെ അത് പോവില്ല. കൃഷി മുഴുവൻ തകർന്നു, പട്ടിണിയാണ് ഈ പ്രദേശത്ത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് മറ്റ് ജില്ലകളെക്കാൾ കൂടുതൽ പാലപ്പള്ളിയിലായാലും അതിരപ്പള്ളിയിലായാലും ആനകളുടെ സാന്നിധ്യം വളരെയേറെയാണ് ആളുകൾ താമസിക്കുന്നിടത്ത്. അപ്പോഴും ഇവിടെ ഈ സംവിധാനങ്ങളുടെ ഒക്കെ പോരായ്മ, അത് ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണമായ നിഷ്ക്രിയത്വവും നിസ്സംഗതയുമാണ് സർക്കാർ ചെയ്യുന്നത്. ഇത് ശരിക്കും കൊലപാതകങ്ങളാണ്. ഉത്തരവാദി സർക്കാരുമാണ്. ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. ഇത് കൊലപാതകമാണ്, ആ കൊലപാതകത്തിന് ഉത്തരവാദി സർക്കാരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. പ്രതിപക്ഷ നേതാവ് നിലവിലുള്ളത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ്. അവിടെയാണ് ഇന്ന് കാട്ടാനാക്രമണത്തിൽ മരണമടഞ്ഞ വത്സയുടെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. മഞ്ഞക്കൊമ്പൻ്റെ ആക്രമണത്തിലാണ് വത്സയ്ക്ക് ജീവൻ നഷ്ടമായത്. മഞ്ഞക്കൊമ്പൻ അവിടെ സ്ഥിരം പ്രശ്നക്കാരനാണ്. അതിൽ പരാതി പ്രദേശവാസികൾ നൽകിയിരുന്നതാണ്. എന്നാൽ ഒരു തരത്തിലുള്ള നിരീക്ഷണത്തിനോ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകാനോ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നടപടി ഉണ്ടായില്ല എന്ന ഏറ്റവും ഗൗരവതരമായ ആരോപണമാണ് ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. സൂരജ് സജി തുടരുന്നുണ്ട്. സൂരജ്, ഇപ്പോൾ ഈ കാര്യത്തിലൊക്കെ വലിയ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ നിഷ്ക്രിയത്വം എന്നത് ആവർത്തിച്ച് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. ഈ വിഷയത്തിൽ മഞ്ഞക്കൊമ്പൻ്റെ കാര്യത്തിൽ സ്ഥിരം പ്രശ്നക്കാരനാണ് എന്നതുകൂടി ആണോ പ്രദേശവാസികൾ പറയുന്നത്? അതിലെങ്ങനെയൊക്കെ പരാതികൾ നൽകിയിട്ടുണ്ട് ഇതിനോടകം തന്നെ വനം വകുപ്പിന് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്? സൂരജ്.
തീർച്ചയായും അനുജ, ഈ മഞ്ഞക്കൊമ്പനൊക്കെ സ്ഥിരം പ്രശ്നക്കാരികൾ തന്നെയാണ്. കാരണം ഈ അതിരപ്പള്ളി മലക്കപ്പാറയിലൂടെ വരുന്ന വിനോദസഞ്ചാരികളുടെ വാഹനം ഉൾപ്പെടെ ഈ കാട്ടാന തടയുന്നത് തുടർ കഥയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വാർത്തകൾ നോക്കിയാൽ അറിയാം, കഴിഞ്ഞ ആഴ്ചകളിൽ പോലും നമ്മൾ ഇത്തരം വാർത്തകളെല്ലാം തന്നെ ചെയ്തതാണ്. അങ്ങനെ ഒരു പ്രശ്നക്കാരനായ ആന, ആ ആനയെ പോലും നിരീക്ഷിക്കാനുള്ള സംവിധാനം വനംവകുപ്പിനില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം ദയനീയമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും ഈ വെറ്റിലപ്പാറ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്ലാന്റേഷനിൽ കാട്ടാന ഇറങ്ങിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവർ പറയുന്നത് അവർക്ക് രാത്രി സമയത്ത് അങ്ങോട്ടേക്ക് എത്താനുള്ള ജീപ്പ് പോലും ഇല്ല എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് എത്താൻ വൈകുന്നു. തുടർന്ന് ഈ അതിരപ്പള്ളി മേഖലയിൽ, അതായത് ചാലക്കുടി അതിരപ്പള്ളി മേഖലയിൽ ഉണ്ടായിരുന്ന കടകൾ ഉൾപ്പെടെ കാട്ടാന ഇവർ എത്താൻ വൈകിയതിനെ തുടർന്ന് ആക്രമിച്ച് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ജനജീവിതം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിരപ്പള്ളി മേഖല പോകുന്നു. ഒരു വർഷത്തിനിടയിലാണ്, ഏകദേശം മാസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ, ഒരു 2 വയസ്സുകാരി പെൺകുട്ടി കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചിട്ട്. ആ സമയത്ത് ഇവർ പറഞ്ഞിരുന്നത് ഒരു RRT സംഘത്തെ പ്രദേശത്ത് നിയോഗിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ സർക്കാർ പ്രഖ്യാപനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ന് വരെ അങ്ങനെ ഒരു RRT സംഘത്തെ അതിരപ്പള്ളിയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ അതിരപ്പള്ളി മേഖലയിൽ ഫെൻസിംഗ് ശക്തമാക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രഖ്യാപനവും വെറും വാക്കായി ഒതുങ്ങി എന്നുള്ളതാണ്. ഇത്തരത്തിൽ കാട്ടാനകൾ ജീവൻ അപഹരിക്കുമ്പോൾ പോലും ശാശ്വതമായ ഒരു പരിഹാരം കാണുന്നതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിരപ്പള്ളി മേഖലയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. അവർ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, പ്രശ്നക്കാരായ ആനകളെ, അതുപോലെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളെ നിരീക്ഷിക്കുന്നതിന് കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങൾ അത് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വേണം എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്തരം നിരീക്ഷണ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ഇന്ന് വത്സയുടെയും രാജന്റെയും കാര്യത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. ഇവർ ഈ പോത്തുപാറ കോളനിക്ക് സമീപത്തു കൂടിയാണ് ഇവർ ഈ മരോട്ടിക്ക ശേഖരിക്കുന്നതിന് വേണ്ടി വനമേഖലയിലേക്ക് പോകുന്നത്. അവിടെയാണ് ഒറ്റയാനായിട്ടുള്ള മഞ്ഞക്കൊമ്പൻ ഇവരെ ആക്രമിക്കുന്നത്. ഇത്തരത്തിൽ ആക്രമണം പതിവായ മേഖലയാണിത്. ഇത്തരം വാർത്തകളൊക്കെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതുമാണ് പലകുറി. എന്നാൽ ഒരു തരത്തിലുള്ള നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ഗൗരവതരമാണ്. വനം മന്ത്രി ഇന്നും പ്രതികരിച്ചിട്ടുള്ളത് നിരീക്ഷണം ശക്തമാക്കും, മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ഇന്ന് അത്യാഹിതമുണ്ടായ 2 ഇടങ്ങളിലേക്കും അയക്കും എന്നൊക്കെയുള്ള പ്രതികരണം വനംവകുപ്പിന്റെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് 2 ഇടത്താണ് വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റാണ് കർഷകൻ മരണമടഞ്ഞതെങ്കിൽ തൃശൂർ പെരിങ്ങൽകുത്തിലാണ് വനവിഭവം ശേഖരിക്കാൻ കാട്ടിനകത്തേക്ക് പോയ വത്സയ്ക്ക് ജീവൻ നഷ്ടമായത് കാട്ടാനയുടെ ആക്രമണത്തിൽ. ഇനി ഇന്നത്തെ കാലാവസ്ഥ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇന്ന് സംഭവിച്ചതുമായി ഉന്മേഷ് ശിവരാമൻ. നമസ്കാരം.